എന്താണ് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൊറോണ വ്യാപനത്തിന് മുന്നേ തന്നെ ഏറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനായിരുന്നു. എന്നാൽ അതൊന്നും അവസാനിക്കുന്നില്ല എന്ന തരത്തിൽ വാർത്തകൾ നമ്മെ തേടിയെത്തുകയാണ്. അറബ് മണലാരണ്യത്തിൽ നിന്നും അടുത്തിടെയായി വീശുന്ന ചില കാറ്റുകൾക്ക് മരണത്തിന്റെ ഗന്ധം കൂടിയുണ്ട് എന്നത് ഓർത്തുകൊള്ളുക. പല ഹൃദയം നുറുങ്ങുന്ന മരണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ പ്രതീക്ഷകളും പ്രത്യാശകളും അഭിലാഷങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്നവരിൽ അനവധി പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ദുഃഖവാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് നമ്മെ ഏറെ പ്രയാസപ്പെടുത്തുന്നു. മാത്രമല്ല, ഇതിൽ കൂടുതലും യുവാക്കളാണെന്നത് മനസ്സിനെ പിടിച്ചുലയ്ക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളുടെ അത്താണികളാണ് ജീവിച്ചു തുടങ്ങും മുമ്പേ കൊഴിഞ്ഞു പോകുന്നത്. നാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ നിരവധി വാർത്തകൾ കണ്ടതാണ്. അതിലൊന്നാണ് പ്രവാസ ലോകത്തെ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ക്യാൻസർ വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസികൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതൊന്നും കേൾക്കാതെ പോകരുത്. പ്രവാസ ലോകത്തെ മോടികളിൽ നിന്നും പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. പ്രവാസ ലോകത്ത് എല്ലാവരും ഒറ്റയ്ക്കാണ് എന്നത് ഒരു യഥാർത്ഥ കാരണമാണ്. കൂടപ്പിറപ്പുകളെ വിട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ ആരുമില്ലാതെ കണ്ണീരോടെ അവർ കടന്നു പോകുന്നത് നമ്മുടെ സുരക്ഷിതമായൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഹൃദയാഘാത മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒരു കാരണം അതുമാകാം. പ്രവാസ ലോകത്തെ ഏകാന്തത, തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയാനാകാതെ വരുമ്പോഴുള്ള മാനസിക സംഘർഷങ്ങളാണ് ഹൃദയാഘാത മരണങ്ങളിൽ കൂടിയ പങ്ക് വഹിക്കുന്നത്. നമ്മുടെ പ്രവാസികളുടെ റൂം സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട് ഇന്ന് എന്നത് ശ്രദ്ധേയം. ഓരോരുത്തരും തങ്ങളുടെ ബെഡ് സ്പേസുകളിൽ മൊബൈൽ ഫോണുകളുടെ ചുവരുകൾക്കുള്ളിലാണ് ജീവിച്ചു പോരുന്നത്. അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരോട് മിണ്ടാനോ ഹൃദയം തുറന്ന് സംസാരിക്കാനോ നേരമില്ല എന്നത് വ്യക്തം. ഒരു മുറിയിൽ പാർക്കുന്നവർ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുമ്പോൾ വിഷമങ്ങളിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ ചൊരിഞ്ഞ് ചേർത്ത് നിർത്താൻ ആരുമില്ല എന്ന യാഥാർത്ഥ്യം ഹൃദയാഘാതങ്ങളായി മാറുന്നു എന്നതും ശ്രദ്ധേയമാകുന്നു. പ്രവാസികളുടെ ഭക്ഷണ രീതികളും ഹൃദയാഘാതങ്ങൾക്ക് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഒരുപാട് കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണമാണ് പ്രവാസികളുടേത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാതെയുള്ള ഭക്ഷണ രീതിയും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നു. ഭക്ഷണം നേരാവണ്ണം കഴിക്കാത്തതും ഹൃദയാഘാതങ്ങൾക്ക് കാരണമായി തീരുന്നു. പലരും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല. ഇതിന് കാരണം ജോലി തിരക്കുകൾ തന്നെയാണ്. ജോലി തിരക്കുകൾ മൂലം ഭക്ഷണങ്ങൾക്ക് പ്രത്യേക സമയമൊന്നും ലഭിക്കാറില്ല എന്നതും ഒരു സത്യം തന്നെയാകുന്നു. അതും ഇത്തരം മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമായി തീരുകയാണ്. മാത്രമല്ല, ജോലിക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ എണ്ണം ഏറെയാണ്. പുതിയ നാട്, സംസ്കാരം, ജീവിതം എന്നിവയൊക്കെ നമ്മുടേതുമായി പൊരുത്തപ്പെടണം എന്ന് തന്നെയില്ല. കമ്പനികളിൽ, സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നവർ നമ്മെ മനസ്സിലാക്കണം എന്നുപോലുമില്ല. പണം എന്നത് മാത്രം അവരുടെ ലക്ഷ്യമാകുമ്പോൾ കണ്ണീരൊഴുക്കേണ്ടി വരുന്നത് പാവം തൊഴിലാളികളാണ്. അത് സൃഷ്ടിക്കുന്ന വേദനകളും ഹൃദയാഘാതങ്ങളായി മാറുന്നു എന്നത് പ്രവാസികൾ ഓർത്തുകൊള്ളുക. കോവിഡാനന്തരം ഒത്തിരി ഹൃദയാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജോലി അസ്ഥിരതകൾ ആയിരുന്നു ഇതിന് പ്രധാന കാരണമായി നാം കണ്ടത്. ഒത്തിരി പേരുടെ ജോലികൾ കൊറോണ വ്യാപനം മൂലം നഷ്ടമാവുകയുണ്ടായി. ശമ്പളം കുറയ്ക്കപ്പെടാനും കോവിഡ് കാരണമായിട്ടുണ്ട്. ഇതുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. കുടുംബത്തിന്റെ ഭാവി, മുന്നോട്ടുള്ള ജീവിതം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ ഹൃദയവേദനകളായി മാറുന്നു. അമിത ഉറക്കവും ഉറക്കക്കുറവും ഒരുപോലെ പ്രവാസികളെ അലട്ടുകയാണ്. ഉറക്കമൊഴിച്ചുള്ള കായിക മത്സരങ്ങളും വ്യായാമക്കുറവും ഒക്കെ ഒരു കാരണമായി തീരുന്നു. സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പ്രവാസികളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. കണ്ണീര് സന്തോഷങ്ങൾക്ക് വഴിമാറാൻ ഒരു വാക്കുകൊണ്ട് നമുക്ക് സാധിച്ചേക്കാം. നോർക്ക ഉൾപ്പെടെയുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ക്ലാസുകൾ നൽകി പ്രവാസികളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിരിക്കണം. ഇനിയൊരു പ്രവാസിയുടെ ഹൃദയം തകരരുത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.